അതല്ലാതെ ഈ കൈപ്പണം കെട്ടവൻ ഈ 10 വർഷം ഈ കേരളം ഭരിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കണ്ട വിദേശ യാത്രയിൽ മുഴുവൻ നടത്തിയിട്ട് ഒരു നയ പൈസയുടെ ഗുണം ഈ സംസ്ഥാനം 1,35,00,000 രൂപ ഈ 5,000 രൂപ താഴെയുള്ള ഈ രോഗാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പോയെന്നും പറഞ്ഞ് ഖജനാവിൽ നിന്ന് എൻ്റെ നിങ്ങളുടെയൊക്കെ നീതിപ്പണം 1,35,00,000 രൂപ എഴുതി വാങ്ങിച്ചവനാണ് ഈ വിജയൻ. സർക്കാരിന് കൊടുത്തിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സമയം കാത്തിരിക്കും. ഇല്ലെങ്കിൽ അന്വേഷിക്കാത്തവൻ ആരായാലും, ആഭ്യന്തര വകുപ്പ് ആയാലും ആരായാലും വിജിലൻസ് ആയാലും ആരായാലും അവരെല്ലാം പ്രതി ചേർത്ത് നമ്മൾ കോടതിയിലേക്ക് പോകും. നമസ്കാരം. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയൻ നടത്തിയത് നിരവധി വിദേശയാത്രകളാണ്. പിണറായി വിജയൻ മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ചെറുമകനും പല വിദേശ രാജ്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, മടങ്ങി വരുന്നത് കൂടുതലും UAE വഴി മാത്രമായിരുന്നു. പിണറായി വിജയൻ വിദേശ രാജ്യങ്ങളിൽ സർക്കിട്ട് അടിച്ച് മടങ്ങി വരുന്നത്. 2018 മയോ ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സയ്ക്കായി പോയ 18 ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ്. റൂം ഫോർ റിവർ പദ്ധതി പോലെയുള്ള നിരവധി പദ്ധതികൾ പഠിക്കാനായി നെതർലൻഡ്സിലും നോർവേയിലും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോയ പിണറായി വിജയൻ ഈ പദ്ധതികളൊന്നും തന്നെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതും, ഒരു നിക്ഷേപവും, 1 രൂപയുടെ പോലും നിക്ഷേപവും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാത്രകൾ പലതും ദുരൂഹമാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ മറ്റൊരു വിഷയം പറയാം. എന്തായാലും ഈ പിണറായി വിജയൻ്റെ ഈ യാത്രകൾ നാടിന് വേണ്ടിയുള്ളൊരു യാത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ഈ ഭരണാധികാരികൾ ഭരിക്കുന്ന സമയത്ത് അവർ വിദേശയാത്രകളൊന്നും നടത്താൻ പാടില്ല എന്നൊന്നും ഒരിടത്തും ഒരു നിയമവുമില്ല. അവർക്ക് വിദേശത്ത് കാര്യങ്ങൾ പഠിക്കാൻ വിദേശയാത്രകൾ നടത്താം. ഇപ്പോൾ കേരളത്തിലെ ഭരണാധികാരികളെന്നല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളൊക്കെ അടിക്കടി വിദേശയാത്രകൾ നടത്താറുണ്ട്. ആ വിദേശയാത്രകൾ നടത്തുന്നതെല്ലാം തന്നെ പൊതുവിൽ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുന്ന എന്തെങ്കിലും അതിലൂടെ ഉണ്ടാവും എന്നുള്ള ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണാധികാരികൾ വിദേശയാത്രകൾ നടത്തുന്നതിനെ നമ്മൾ നോക്കിക്കാണാറ്. അപ്പോൾ പലതരത്തിലുണ്ട് വിദേശയാത്രകൾ. അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വിദേശയാത്രകൾ. അതാണ് പ്രധാനപ്പെട്ടതായിട്ട് ഈ ഭരണാധികാരികൾ ചെയ്യുക. രണ്ടാമതായി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് പോയി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ചേർന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാത്ര. കാരണം എന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിന് ഗുണമാകത്തക്ക നിലയിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പിന്നെ പലതരം യോഗങ്ങളിൽ പങ്കെടുക്കുക. പിന്നെ ഈ സംസ്ഥാനത്തെ ടൂറിസം മന്ത്രിമാർ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട്. കാരണം ടൂറിസം ഫെസ്റ്റിവലൊക്കെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കേരളത്തിനെ അവിടെ ചെന്നിട്ട് കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ, കേരളം ടൂറിസത്തിന് മേഖലയിൽ വളരെ മുന്നിലാണ്. അപ്പോൾ അത് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനൊക്കെ പോകാറുണ്ട്. അതൊക്കെ ഒരു ഭാഗത്തുള്ള യാത്ര. മറുഭാഗത്തുള്ള യാത്രകളാണ് ഈ ഭരണാധികാരികൾ ചികിത്സയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. അത് വളരെ വിവാദമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ ആ നിലയിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന വിജയൻ ഏതാണ്ട് ഒരു 30ഓളം യാത്രകൾ വിദേശത്തേക്ക് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലൊരു 10-ൽ താഴെ യാത്രകൾ ചികിത്സാർത്ഥമായിരുന്നു. എന്നാൽ ബാക്കിയുള്ള 10-20-21 യാത്രകൾ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ യാത്രകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കളുടെ മക്കള്, ബന്ധുക്കൾ, അങ്ങനെ ഒരു വലിയ പരിവാരം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ പേഴ്സണൽ സ്റ്റാഫ്, അതുപോലെ തന്നെ സർക്കാരിലെ മറ്റ് ഉയർന്ന IAS ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ പല തരത്തിലുള്ള ആളുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇയാൾ പോയിട്ടുള്ളത്. 2-3 തരത്തിൽ അയാളുടെ പോക്കിനെ നമുക്ക് കാണാം. ഒന്ന്, അയാൾ നടത്തിയിട്ടുള്ള ഈ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ആ രാജ്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അയാളും കുടുംബാംഗങ്ങളും കൂടെ നടത്തിയിട്ടുള്ള ഒരു വിഭാഗം യാത്ര. വേറൊരു വിഭാഗം യാത്രയാണ് ഔദ്യോഗികമായിട്ടുള്ള യാത്ര. അതായത് വിദേശ നിക്ഷേപം സ്വീകരിക്കാനും വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ നടത്തിയിട്ടുള്ള യാത്ര. മൂന്നാമത്തെ വിഭാഗ യാത്രയാണ്
ചികിത്സാർത്ഥം നടത്തിയിട്ടുണ്ട്. അപ്പം 3 തരത്തിലുള്ള യാത്രകൾ ആണ്, 230 യാത്രകൾ, ഏതാണ്ട് 16 രാജ്യങ്ങളിൽ അയാൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പൊതുവിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇയാളുടെ യാത്രകൾ പലതും വിവാദമായിട്ടുണ്ട്. ഇയാളുടെ യാത്രകൾ പലതും ദുരൂഹമായിട്ടുണ്ട്. ഇയാളുടെ യാത്രകളിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏതാണ്ട് പരിപൂർണമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇയാൾ ഔദ്യോഗികമായിട്ട് നടത്തിയ യാത്ര എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ യാത്രകളിൽ നിന്ന് ഒരു നയാ പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല, നാടിനുണ്ടായിട്ടില്ല, ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ അയാൾ ഹോളണ്ടിൽ പോയി റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് പോയി, നെതർലാൻഡ്സിൽ, അത് തന്നെയാണ് ഹോളണ്ട് എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് അയാൾ വന്നു. അതിനുശേഷം റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അയാൾ പോയി വന്നതിന് ശേഷം എല്ലാ വർഷവും വലിയ തോതിൽ മഴ വരികയും വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ആളുകൾ വെള്ളത്തിനടിയിൽ. അല്ല, അവിടെ എനിക്ക് എതിർപ്പുണ്ട്. കാരണം റൂം ഫോർ റിവർ എന്നാണ് പറഞ്ഞത്, അതായത് റിവർ റൂമിലേക്ക് എത്തുമെന്ന്. അപ്പം മഴ പെയ്യുമ്പോഴത്തേക്ക് അതിന് എല്ലാത്തിനും അങ്ങനെ അടച്ചിരിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അയാളുടെ ആ യാത്ര വിജയകരമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലാതെ ഈ കൈപ്പണം കെട്ടവൻ ഈ 10 വർഷം ഈ കേരളം ഭരിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കണ്ട വിദേശ യാത്രയിൽ മുഴുവൻ നടത്തിയിട്ട് ഒരു നയ പൈസയുടെ ഗുണം ഈ സംസ്ഥാനം. നമുക്കിതിനകത്തൊക്കെ നമുക്ക് നമ്മുടെ ഭരണാധികാരി നാണക്കേട് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ സംസ്ഥാനത്തുണ്ടായിരുന്ന ഇയാൾ സ്റ്റാലിൻ എളുപ്പം അധികാരത്തിൽ നിന്ന് പോയി. അയാൾ കുറെ വിദേശ യാത്ര നടത്തി, ഒരുപാട് നിക്ഷേപം, ഏതാണ്ട് 8-10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവന്നു. അതുപോലെ തന്നെ കർണാടകത്തിൽ 6-7 ലക്ഷം കോടി രൂപയുടെ വിദേശം കൊണ്ടുവന്നപ്പോഴാണ് ഇയാളെ നമ്മൾ ഇതിപ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, ഇദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പം സ്വപ്ന സുരേഷിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവർ പറഞ്ഞതാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും എം ശിവശങ്കറും CM രവീന്ദ്രനും കമലയും ചേർന്നത്. കമല പറയും എനിക്കിന്ന് ഹോളണ്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ പുള്ളി തന്നെ ഒരു പരിപാടി ചാർട്ട് ചെയ്യുകയാണ്. അതെ, അപ്പം ഞാൻ പറയുന്നത് അവർക്കെങ്കിലും ഇത്തിരി തലയ്ക്ക് വിളി ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5-10 ലക്ഷം രൂപയുടെ ഒരു 50-1 ലക്ഷം കോടി രൂപയുടെങ്കിലും വിദേശ നിക്ഷേപം അവരുടെ നിലയ്ക്കകത്തും ഭാര്യയുടെ നിലയ്ക്കകത്തും മകളുടെ നിലയ്ക്കകത്തും ഒന്നും ഇല്ല എന്നാണ് ഇതിനകത്ത് മനസ്സിലായി. കാരണം നയാ പൈസ കൂടെ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ ചോദിച്ച ആരാണ് നിക്ഷേപം കൊടുക്കുന്നതെന്നും കൂടി സാറൊന്ന് പറഞ്ഞതാ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം അയാളൊരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അല്ല, എങ്കിലും ഒരു കാര്യമുണ്ട്, ഒരു സ്ഥലത്ത് ചെന്ന് നിക്ഷേപം ആവശ്യപ്പെടുമ്പോൾ അവര് നോക്കുമല്ലോ, ചുമ്മാ എടുത്ത് കൊടുക്കുമോ? അവര് നോക്കും ഇത് ആരാണ്, എങ്ങനെയാണ്, ക്രെഡിബിലിറ്റി ഉള്ള ആളാണോ. അവര് നോക്കുന്നത് യഥാർത്ഥത്തിൽ ആളെ നോക്കിയിട്ടല്ല അവര് പൈസ കൊടുക്കും. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അവര് പൈസ നിക്ഷേപിക്കുന്നത് അവർക്ക് നിക്ഷേപം നടത്താനുള്ള സാഹചര്യം സംസ്ഥാനത്തുണ്ടോ, ഉണ്ടെങ്കിൽ അപ്പൊ ആ സാഹചര്യത്തിൽ ഇതുപോലുള്ളവനൊന്നും നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞു. നിക്ഷേപം നടത്താനുള്ള സാഹചര്യം ഇല്ല, കാരണം ഇവിടെ കമ്മ്യൂണിസം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപം സ്വീകരിക്കാനൊന്നും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്നു ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കാര്യവുമില്ല. അത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് ഇയാളുടെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം, ഇയാളുടെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ, അതാണ് കൂടുതൽ ചർച്ച. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ വിദേശത്ത് പോകുന്നു എന്തിനാണെന്ന് ഒരു പിടിയും ഒരാൾക്കില്ല. ഇയാൾ പോകുന്നു, എന്തിനാ പോകുന്നു, ഒരു പിടിയില്ല. രണ്ടാമത്, ഇയാൾ പോയി കഴിഞ്ഞാൽ ഇയാൾ പോകുമ്പോഴെല്ലാം ഇയാൾ ഗൾഫ് വഴിയാണ് തിരിച്ചു വരുന്നത്. ഈ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഗൾഫ് വഴി മാത്രമേ വിമാനം പോവുള്ളൂ. വിമാനം അമേരിക്കയിൽ നിന്ന് ഗൾഫ് വഴി അതെന്ത് വിമാനമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോയാൽ നമ്മൾ നേരെ അമേരിക്കയിൽ പോകും, അവിടെ നിന്ന് വിടും. പക്ഷേ ഇയാൾ കയറുന്ന വിമാനം നേരിട്ട് വരില്ല, ഗൾഫിൽ ഇറങ്ങിയിട്ടേ വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം എന്താണ്, ഗൾഫിലെ അയാളുടെ മകനുണ്ട് അവിടെ. മനസ്സിലായില്ലേ? എപ്പോൾ വിദേശത്ത് അയാൾ പോയാലും അയാൾ ഗൾഫ് വഴി വരും. അപ്പം അതും വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നടത്തിയിട്ടുള്ള ചില അന്വേഷണങ്ങളുടെ ഭാഗം, എൻ്റെ സുഹൃത്ത് ഒരു വിവരാവകാശ പ്രവർത്തനമുണ്ട്, ശ്രീമാൻ മുരന്തൂക്കിൽ തോമസ്, MT തോമസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ 75 വയസ്സായി. അദ്ദേഹം ചോദിച്ച ചില വിവരാവകാശ ചോദ്യങ്ങൾ, ആ വിവരാവകാശ ചോദ്യങ്ങളുടെ മറുപടി കിട്ടിയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതം സ്തംഭിച്ചു പോയത്. കാരണം പ്രാഥമികമായി എനിക്ക് കിട്ടിയ വിവരം, അതിൻ്റെ കുറച്ച് കൂടുതൽ വിവരങ്ങൾ ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായി എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇയാൾ 4 തവണ ചികിത്സാർത്ഥം വിദേശത്ത് പോയിട്ടുണ്ട്. അമേരിക്കയിൽ പോയിട്ടുണ്ട്. വിദേശത്തുനിന്നല്ല, അമേരിക്കയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്നതിനെ എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പം പോകേണ്ടി വരും.
ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വി എസിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സമയത്ത് വി എസിൻ്റെ നെഞ്ചിനകത്തൊരു ലങ്സിൻ്റെ ആ കൂടിച്ചേരുന്ന ഭാഗത്തൊരു ചെറിയ മുഴ വന്നു. സ്വാഭാവികം വളരെ സീരിയസ് ആണല്ലോ. അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോയി. അപ്പോൾ അതിന് കൂടെ ചികിത്സ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇല്ല എന്നും പറയാനുള്ളതുകൊണ്ട്, എന്നാലും അത് സീരിയസ് ആയിരുന്നുകൊണ്ട് പോയതും ഞാനതിനെ എതിർക്കുന്നില്ല. ഇപ്പം കാർത്തികേയൻ ടെർമിനലായിട്ട് ക്യാൻസർ ആയിരുന്നപ്പോഴത്തേക്കും അയാൾ വിദേശത്ത് പോയി. ഉമ്മൻചാണ്ടി പോയി. ഉമ്മൻചാണ്ടി ബെറലിൽ പോയെങ്കിലും ഉമ്മൻചാണ്ടി പിന്നെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തല്ല പോയത്, AICC ആണ് പൈസ കൊടുത്തത്. എന്നിരുന്നാൽ പോലും അതിഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളപ്പോഴത്തേക്കും ഭരണാധികാരികൾ വിദേശത്ത് ഒറ്റത്തവണ പോകുന്നതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അത് ഒറ്റത്തവണ എന്നാണ് ഞാൻ പറയുന്നത്, തെറ്റ് പറയുന്നത്. പക്ഷെ ഇയാൾ അമേരിക്കയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് സ്തംഭിച്ചു പോയി. കാരണം വിവരാവകാശം ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ അറിഞ്ഞോ അറിയാതെയോ ഇയാളുടെ രോഗം എന്താണെന്ന് കൂടെ മറുപടി ഇങ്ങ് തന്നു. എന്തായിരുന്നു അതെന്തോ BPH എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമാണ്. BPH എന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമുക്കെല്ലാവർക്കും ഉള്ളൊരു ഗ്രന്ഥിയാണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി. അത് നമ്മൾ ഈ മൂത്രമൊഴിക്കുന്ന അതിൻ്റെ ആ യൂറിനറി ബ്ലാഡറിൻ്റെ അടുത്താണ് ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഉള്ളത്. അപ്പോൾ 80 വയസ്സിന് മുകളിലുള്ള 80% ആളുകൾക്കും ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് വീർത്തിട്ട് 80% ആൾക്കാർക്ക് 80 വയസ്സിൽ കൂടുതലുള്ള 80% ആളുകൾക്കുള്ളതാണ് ഈ രോഗാവസ്ഥ. അപ്പോൾ ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് വീർത്തിട്ട് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. യൂറിനറി ബ്ലാഡറിനെ അത് മുട്ടും, വേദന ഉണ്ടാവും, എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നും. മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം കുറച്ച് അളവിലേ പോവുള്ളൂ. ഇപ്പോൾ രാത്രിയൊക്കെ 8-9 തവണ എഴുന്നേക്കേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഈ BPH എന്ന് പറയുന്നത്. എൻ്റെ പേരെന്തോ എന്തോ ഒരു സാധനമാണ്, ഹൈപ്പർ പ്ലാസിയ എന്നാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80 വയസ്സിന് മുകളിലുള്ള 80% കൂടുതൽ പേർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ഒരു സാധാരണമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ അന്വേഷിച്ചു. നമ്മുടെ കെ മുരളീധരൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ സുനിൽ, ഒരു ഡോക്ടറാണ്, യൂറോളജിയുടെ പിന്നെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു മെഡിക്കൽ കോളേജ്. അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ അത് പിന്നെ പ്രൈവറ്റ് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഒരു 40,000 മുതൽ 1,00,000 രൂപയ്ക്കുള്ളിൽ അതിൻ്റെ പണി ചികിത്സ. ഇനി മെഡിക്കൽ കോളേജിലേക്ക്, ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ സാറേ 5,000 രൂപ പോലും ചിലവ് ക്യൂവിൽ നിൽക്കണം. അത്രേ ഉള്ളൂ. ഇപ്പം ഏഴാമ്പ ക്യൂവിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്, അവരിത് ചെയ്യും. 5,000 രൂപ താഴെ ആവുള്ളൂ. ഈ രോഗാവസ്ഥയ്ക്ക് ഈ വിജയൻ എന്ന് പറയുന്ന ഇയാൾ 4 പ്രാവശ്യം പോയതിന്, അമേരിക്കയിലേക്ക് പോയതിന് ചിലവായത് 88 ലക്ഷം രൂപയാണ്. പൊന്നു ദൈവം, ഇതെന്തോ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 5,000 രൂപയ്ക്ക് താഴെ ചെയ്യാവുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പോകുന്നെങ്കിൽ 40,000 മുതൽ 1,00,000. അല്ല, ആദ്യത്തെ തവണ മയോ ക്ലിനിക്കിൽ പോയി അപ്പോഴാണല്ലോ പിഞ്ഞാൺ പുരസ്കാരം കിട്ടിയത്. ഈ അതല്ലേ ആ സമയത്താണ് തോന്നുന്നു പിഞ്ഞാൺ പുരസ്കാരം. അത് വാങ്ങി അതിനുശേഷമാണ് ഈ അവിടെ നിന്ന് തിരിച്ചു വന്ന് 13 ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ്. അന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു, പക്ഷേ ആരും ചർച്ച ചെയ്യാൻ അതിന് അതിൻ്റെ പിന്നാലെ പോയില്ല. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പം അതിൽ ഈ 4 തവണ പോയതിൽ ഉള്ള ചികിത്സാ ചെലവാണ് 88 ലക്ഷം രൂപ. നമ്മൾ ഈ 4 തവണ പോയതിൽ 3 തവണത്തെ യാത്രാ ചെലവ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ യാത്രാ ചെലവ് തന്നെ 46 ലക്ഷം രൂപ. അപ്പോൾ 80 കൂടാതെ 1,35 ലക്ഷം രൂപ 5,000 രൂപ തീരാവുന്ന ഒരു രോഗാവസ്ഥയ്ക്ക് ഇയാൾ ചെലവഴിച്ചു എന്നുള്ള, ഇയാൾ റീംബേഴ്സ് ചെയ്ത് സർക്കാരിൽ നിന്ന് മേടിച്ചു. ഈ ചെത്തുകാരൻ കോരൻ്റെ മകൻ, ചെത്തുകാരൻ കോരൻ നമ്മൾ മോശമായിട്ട് പറയല്ല, വളരെ അഭിമാനത്തോടെയാണ്. പിന്നെ പ്രൊഫസർ കോരൻ എന്ന് പറയാൻ പറ്റില്ല, പറ്റില്ലല്ലോ. 1,35 ലക്ഷം രൂപ ഈ 5,000 രൂപ താഴെയുള്ള ഈ രോഗാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പോയെന്നും പറഞ്ഞ് ഖജനാവിൽ നിന്ന് എൻ്റെ നിങ്ങളുടെയൊക്കെ നീതിപ്പണം 1,35 ലക്ഷം രൂപ എഴുതി വാങ്ങിച്ചവനാണ് ഈ വിജയൻ. നമ്മളാലോചിച്ച് നോക്കണം. പക്ഷേ നമുക്ക് അവിടെ വെച്ച് നമ്മുടെ ആ ചിന്ത നിർത്താൻ പറ്റുമോ? നമ്മുടെ ചിന്ത അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? ഈ 5,000 രൂപ താഴെ അല്ലെങ്കിൽ 1,00,000 രൂപ ചെലവഴിച്ച് തീർക്കാവുന്ന ഒരു രോഗാവസ്ഥയ്ക്ക് എന്തിന് ഇയാൾ 4 തവണ പോയി? അത് ഞാനിപ്പോൾ നോക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചില്ലാനും മാസം അമേരിക്കയിലായിരുന്നു, അവിടെ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം നമ്മുടെ ചിന്ത വേറെ വഴിക്ക് പോകും. എന്താണ് അപ്പോൾ അതിൻ്റെ അർത്ഥം? ഈ രോഗാവസ്ഥയ്ക്കല്ല പോയത്. അതെ, അതുകൊണ്ടാണല്ലോ ഈ 33 ദിവസം അവിടെ എന്ത് ചെയ്തു എന്ന് പറയാൻ മടിക്കുന്നത്. എന്തോ മറച്ചുകൊണ്ട് ഈ രോഗം ഉണ്ടെന്നും പറഞ്ഞു പോവാ.
കാരണം ഈ രോഗത്തിൽ അവിടെ പോകേണ്ട കാര്യമില്ല. അതെ, ഈ രോഗത്തിന് ഇനിയിപ്പോൾ കേരളത്തിലെ ഡോക്ടർമാരെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അപ്പോളോ ആശുപത്രി വരെ പോയാൽ മതി. അല്ല അന്ന് അപ്പോളോ ആശുപത്രി 2 പ്രാവശ്യം പോയിട്ടുള്ള അല്ല അന്ന് വന്നപ്പോൾ അന്ന് ഈ 2018 ചികിത്സ കഴിഞ്ഞ് വന്ന സമയത്ത് പറഞ്ഞത് ഇനി ആ 6 മാസങ്ങൾ കൂടുമ്പോൾ അവിടെ ചികിത്സാർത്ഥം പോകേണ്ടി വരുമെന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കോവിഡ് വന്നു, ലോക്ക്ഡൗൺ ആയി, പിന്നീട് പോയിട്ടില്ല. പിന്നീട് ഈ രോഗത്തെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. സംസ്ഥാനത്തിന് പുറത്തോ ഉള്ള ഒരു പഞ്ചനക്ഷത്ര ആശുപത്രികളിലും ചികിത്സയ്ക്ക് പോയതായി വാർത്തകൾ വന്നിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ കള്ളമാണ്, ഇയാൾ പോയത് അതിനല്ല. അതെ, അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് ഈ രോഗത്തിൻ്റെ മറവിൽ വേറെന്തോ ദുരൂഹ ഇടപാടുകൾക്കായി ഇയാൾ കേരള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ പോയി ഒന്നിച്ചില്ലാനും മാസം അവിടെ ചെലവഴിച്ചു. അതെന്തിന്? അതെന്തിനെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട്. കാരണം ഞാനും കൂടെ കൊടുത്ത നികുതി പണം അയാൾ മേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തോ അനധികൃതമായ ദുരൂഹമായിട്ടുള്ള കാര്യത്തിന് അവിടെ പോയി താമസിച്ചിട്ട് ആ താമസ ചെലവ് എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഇയാൾ. എത്ര ഇയാൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അതായത് മിക്ക വിദേശ യാത്രകളിലും ഇയാളുടെ മകളും ചെറുമകനും ഭാര്യയും ഉണ്ടായിരുന്നു. ഇവരുടെ യാത്രാ ചെലവും ഇതിലായിരുന്നു. അങ്ങനെ അതായത് 2 യാത്രകളിൽ, അതാണ് അത് വേറെ വലിയ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 1.1 ലക്ഷം രൂപയാണ് ഇവിടുന്ന് അമേരിക്കയിൽ പോകുന്നതിനുള്ള യാത്രാക്കൂലി. കൂടിയ ക്ലാസ്സിലായ 2 ലക്ഷം രൂപ വരും. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു യാത്രയ്ക്കോ രണ്ടോ യാത്രയ്ക്കോ മറ്റോ അങ്ങോട്ട്, അപ്പോൾ ഇയാളും ഭാര്യയുണ്ട് പോയിട്ടുണ്ട്, അങ്ങോട്ട് പോയതിന് 13 ലക്ഷവും ഇങ്ങോട്ട് പോയതിന് 13 ലക്ഷവും, 1-2 വിദേശ യാത്രകൾക്ക് 26 ലക്ഷം രൂപ വെച്ച് ഇയാൾ മേടിച്ചിട്ടുണ്ട്. 1-2 ലക്ഷം രൂപയാണ്. പരിവാരങ്ങളുണ്ടായിരുന്നല്ലോ കൂടെ. പരിവാരങ്ങളില്ല, ഇയാളും ഭാര്യയും പിന്നെ ഇയാളുടെ സുനീഷ് എന്ന് പറഞ്ഞ എതിർപ്പിക്കും 3 പേരാണ് ഈ ചികിത്സാർത്ഥം. അതിൽ 1-2 യാത്രയ്ക്ക് 26 ലക്ഷം രൂപ ഇതും മേടിച്ചിട്ടുണ്ട്. ആലോചിച്ചു പോകും. അപ്പോൾ ഇയാൾക്ക് രോഗാവസ്ഥ വളരെ മൃദുവായിട്ടുള്ള രോഗാവസ്ഥയാണ്. ഇയാൾ എന്തോ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവിടെ പോയത്. ആ പോയതിന് ഖജനാവിൽ നിന്ന് പൈസ എടുത്തു. ആ പൈസ എടുത്തു കൊള്ള ചെലവ് എഴുതിയെടുത്തു ഈ വിജയൻ. എന്തൊരു വീരപ്പന് പോലും കാണിച്ചു. വീരപ്പന് പോലും ഒരു മാന്യത. മരിക്കുന്നവനെ അവഹേളിക്കുന്നതിന് ഒരു ഉപയോഗമുണ്ട്. എൻ്റെ പേരാണ് ടേണിംഗ് ഇൻ ദ ഗ്രേവ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീരപ്പൻ ചിലപ്പോൾ വിൽ ടേൺ ഇൻ ദ ഗ്രേവ്. അയാളെ പോലും ഞെളിപിരി കൊണ്ടുപോകും ഇതുപോലത്തെ കള്ളത്തരം. വീരപ്പനെ അല്ല, എനിക്ക് പഴയ കള്ളൻ തസ്കരൻ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ കള്ളൻ മണിയൻപിള്ള ഈ വള്ളക്കടവിലൂടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ പിള്ളയെ കുറിച്ച് ഒന്ന് വിളിച്ചൊന്ന് ആദരിക്കണം. കാരണം അയാളൊക്കെ എന്ത് മാന്യനാണ് ഇയാളുടെ മുമ്പിൽ. അപ്പോൾ ഇയാൾ വന്നിരിക്കുന്ന മുഴുവൻ ഗൾഫ് വഴിയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇയാൾ എൻ്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്ത് എന്തോ ദുരൂഹമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള കാര്യത്തിൽ അമേരിക്കയിൽ പോയി താമസിച്ചിരിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് ഇപ്പം തർക്കത്തിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം ഇതിന് മുഴുവൻ രേഖ നമ്മുടെ കയ്യിലുണ്ട്. ഇയാളുടെ രോഗാവസ്ഥയുടെ രേഖയുണ്ട്, ഇയാൾ ചെലവഴിച്ച പൈസയുടെ രേഖയുണ്ട് നമ്മുടെ കയ്യിൽ. വിവരാവകാശ പ്രകാരം നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. കൂടുതൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് വേറെ. കാരണം 20 മറ്റേ യാത്ര നടത്തിയിട്ട് ഈ സതീശൻ സർക്കാർ 8 യാത്രയുടെ കണക്ക് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. 12 വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. അതിനും വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം എന്താ? ഇത് ക്ലിയർ ആണല്ലോ, ഈ കാര്യം ക്ലിയർ ആണല്ലോ. അത് സംബന്ധിച്ച് സതീശൻ സർക്കാർ അന്വേഷിക്കോ ഇല്ലേ? അതാണ് ഇനി നമുക്കറിയേണ്ടത്. ഇത് സതീശൻ സർക്കാർ അന്വേഷിക്കോ? എനിക്ക് പ്രതീക്ഷയില്ല. അന്വേഷിച്ചില്ലെങ്കിൽ നമ്മൾ കോടതിയിലേക്ക് പോകും. അപ്പം പിന്നെ കോടതിയിലേക്ക് പോകുമ്പോൾ കോടതി അന്വേഷിക്കുമെന്നുള്ള ചോദ്യം കൊണ്ട് നമുക്ക് നോക്കാം. കോടതി അന്വേഷിക്കുമെന്ന് നോക്കാം. കോടതിയിലേക്ക് എന്തായാലും പോകുന്നുള്ള കാര്യം സതീശൻ സർക്കാരിനെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ കണക്കുകൾ മുഴുവൻ നമ്മുടെ ഉണ്ട്. നികുതി പണം ഇതുപോലെ ചെലവഴിക്കുന്നത് ഒരു കാരണവശാലും സതീശനല്ല, ഇനി ഏത് ഈശം വന്നാലും അത് അനുവദിക്കത്തില്ല. ഇതൊക്കെ ശരിക്കും സതീശൻ നമ്മൾ പറഞ്ഞിട്ട് ചെയ്യേണ്ടതാണോ? ഇയാൾ ഈ പോയതും വിവാദം ഉണ്ടായത് പൈസ ഒഴിച്ചതിൻ്റെ എല്ലാം കണക്ക് സതീശൻ്റെ ഇരിക്കുകയല്ലേ? നമ്മൾ പറയാതെ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടുണ്ടല്ലോ. അയാൾ മിണ്ടുന്നുണ്ടോ? അതിന് വരെ അയാൾ എന്താ പറയുന്നത്? 4 തവണ പിന്നെ പാർട്ടി സെക്രട്ടറി ആയ ആൾ, 2 തവണ മുഖ്യമന്ത്രി ആയ ആൾ, പരിണിത പ്രജ്ഞൻ എന്നാണ് വിജയനെക്കുറിച്ച് സതീശൻ പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച്, ഈ വിദേശ യാത്രയെക്കുറിച്ച് കയ്യിലിരിപ്പിന് ഇപ്പോഴും ഒരു കുറവ്, പരിണിത പ്രജ്ഞനാണെന്നുള്ളതാണ് ഇത് തെളിയുന്നത്. അതാണല്ലോ ഇതുപോലെ ചെയ്യുന്നത്. വേറെ ആരും ഇതുപോലെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ടൊരു പരാതിയാക്കി ആഭ്യന്തര വകുപ്പിന് കൊടുക്കാൻ പോവുക. ആഭ്യന്തര വകുപ്പിന് കൊടുത്തിട്ട് ഒരു 2-3 ആഴ്ച അന്വേഷിക്കുമല്ലോ എന്ന് നോക്കും. അന്വേഷിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളെ കൂടി
കക്ഷി ചേർപ്പ് വിജിലൻസിനാണ് കൊടുക്കുന്നത്, വിജിലൻസിനെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് കോടതി പോകും. കോടതി പറയട്ടെന്ന്. ഇപ്പം എന്തായാലും BTH എന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗാവസ്ഥയ്ക്ക് ഒരിക്കലും വിദേശത്ത് പോകാൻ പറ്റില്ല. BTH എന്ന് പറഞ്ഞ യോഗാവസ്ഥയ്ക്ക് വിദേശത്ത് പോകണമെന്ന് ഏതെങ്കിലും മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിട്ടാണ് പോയെങ്കിൽ മെഡിക്കൽ ബോർഡും കേസിൽ കഴിയാവും. അതെ, കാരണം ഇതിന് വിദേശത്ത് പോകേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമ്മുടെ എപ്പോഴും ദുരൂഹമായി തുടരുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് പിണറായി വിജയന്റെ സന്തത സഹചാരിയും പാർട്ടിയിലെ മുതിർന്ന നേതാവും ആഭ്യന്തരമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെയായ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷ പ്രകാരം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പോലും പൊതുദർശനത്തിന് വയ്ക്കാൻ സമ്മതിക്കാതെ പിടിച്ച പിടിയാനെ സംസ്കരിച്ചിട്ട് അന്ന് വെളുപ്പിന് നോർവേയിലേക്ക് പോയ, നോർവേ, സ്വീഡൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയ ആളാണ് പിണറായി വിജയനും സംഘവും. അതിനെക്കുറിച്ച് ഇന്നലെ ഞാൻ കേട്ടത്, കേരളത്തിൽ തന്നെയുള്ള ഒരു വലിയ വ്യവസായ ശൃംഖല അത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലുള്ള അവരുടെ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തിയെന്നും ആ വിൽപ്പനയ്ക്ക് ഇടനിലക്കാരനെ പോലെ നിന്നത് പിണറായി വിജയനായിരുന്നു എന്നും അത് ഒരു നോർവേയൻ കമ്പനിയാണ്, അത് ഒരു കമ്പനിയാണ് അത് വാങ്ങിയതെന്നുമുള്ള ഒരു കാര്യമാണ്. അതായത് ഈ വിൽപ്പന നടത്തിയ കമ്പനികളിൽ തൊഴിലാളികൾ പ്രതിഷേധിക്കാതിരിക്കാനായാണ് പിണറായി വിജയനെ കൂട്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം അതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അത് നമ്മൾ ഈ പറയുന്ന ആളിൻ്റെ ഒരു വിശ്വാസ്യത കണക്കിലെടുത്ത് അത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കും. അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്. അതായത് വിജയൻ്റെ ദുർഭരണത്തിനെതിരായിട്ടാണ് 102 സീറ്റ് ഈ സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് വിജയൻ്റെ ദുർഭരണം പുറത്തു കൊണ്ടുവരികയും ആ ദുർഭരണം നടത്തിയവന്മാരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനുണ്ട്. ആ സർക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ ആ സർക്കാരിനെ കൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിച്ചിപ്പിച്ചിരിക്കും. അതിനൊരു സംശയം വേണ്ട. അത് ഈ സർക്കാരും മനസ്സിലാക്കിയാൽ കൊള്ളാം. കാര്യകാരണ സഹിതം ഇയാൾ നടത്തിയിട്ടുള്ള വൃത്തികേടുകളുടെ കണക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് മുഴുവൻ രേഖ നമ്മുടെ ഇരിക്കും. ആ രേഖ നമ്മൾ സർക്കാരിന് കൊടുക്കും. സർക്കാരിന് കൊടുത്തിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സമയം കാത്തിരിക്കും. ഇല്ലെങ്കിൽ അന്വേഷിക്കാത്തവൻ ആരായാലും, ആഭ്യന്തര വകുപ്പ് ആയാലും ആരായാലും വിജിലൻസ് ആയാലും ആരായാലും, അവരെല്ലാം പ്രതി ചേർത്ത് നമ്മൾ കോടതിയിലേക്ക് പോകും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രൊഫഷണൽ ലോയറും കൂടിയാണ്. എനിക്കിനിയിപ്പോൾ LLB പഠിക്കുകയോ സന്നദ്ധ എടുക്കുകയൊന്നും വേണ്ട. കോട്ടെടുത്ത് എനിക്ക് ഇട്ടാൽ മതി. ആ കോട്ട് ഇട്ടുകൊണ്ട് നേരെ ഹൈക്കോടതിയിലേക്ക് ഞാൻ പോകും. കയ്യിൽ നിന്ന് കാശ് മുറക്കി പോകേണ്ടി വരും. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും പോവും വാദിക്കും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് സർക്കാർ ഇത് ചെയ്ത് ഇയാളുടെ വിദേശയാത്രകളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ചാൽ സർക്കാരിന് നല്ലത്. അല്ലെങ്കിൽ സർക്കാർ നാളെ പ്രതിസ്ഥാനത്ത് വരും. ഇത്രയും മാത്രമേ പറയാം. ഇല്ല, അതുകൊണ്ടാണ് ഇയാൾ ഈ താഴേക്കുള്ള അണികൾ പോലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇയാൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും വീണ്ടും ഇയാൾ ഈ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനാണ്. ഇയാൾ ഈ 10 വർഷം ഈ കേരളത്തിലിരുന്ന് ചെയ്തു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ. ഒരു 5 കൊല്ലം കൂടി ഇയാൾക്ക് ഭരിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ ഈ സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ കേരളം എന്ന സംസ്ഥാനം പോലും ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, അത് അപ്രത്യക്ഷമാകുമായിരുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യാനാണ് ഇതുപോലെയുള്ളൊരു, എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ വിവരാവകാശ പ്രകാരം, ഈ നിയമപ്രകാരം എനിക്ക് ഈ വിവരങ്ങൾ കിട്ടിയത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴും ഇയാളെ ന്യായീകരിക്കുന്ന ഈ അന്തം കമ്മികളെന്ന് പറയുന്ന വിവരവും വെള്ളിയാഴ്ചയും നാണക്കേടും മാനക്കേടും മര്യാദയും ഒന്നുമില്ലാത്ത അന്തം കമ്മികളെന്ന വർഗം ഇനിയെങ്കിലും ഇയാളെ ന്യായീകരിക്കുന്നത് നിർത്തണം. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇയാളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കണം. ഇയാളെ ഇപ്പോഴും പിണറായി വിജയനെ ന്യായീകരിക്കുന്ന നിങ്ങളെയൊക്കെ ജനങ്ങൾ ഓടിച്ചിട്ട് അടിക്കാത്തത് ആ ജനങ്ങളുടെ മാന്യത എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കോടിക്കണക്കിന് രൂപ, ഇത് ഒരു കാര്യം കൂടി പറയാതെ വയ്യ. ഇവിടെ 2 വർഷങ്ങൾക്കിടയിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയുള്ള ചികിത്സാ ചിലവ് എനിക്ക് തോന്നുന്നു 78 ലക്ഷത്തോളം രൂപയാണ് ചിലവായത് കേരളത്തിൽ. അതുകൂടാതെ അതിനുശേഷം 1.5 ലക്ഷത്തോളം രൂപയോ മറ്റോ ഇവിടെ ഏതോ ആയുർവേദ ആശുപത്രിയിൽ കമല ചികിത്സിച്ചതിൻ്റെ പേരിൽ ചിലവാണ്. ഇതുപോലെയുള്ളവരെ ചുമക്കുന്നതാണ് നമ്മുടെയൊക്കെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ. എന്തായാലും സതീശൻ സർക്കാർ ഇതിൽ നടപടിയൊന്നും സ്വീകരിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം പിണറായി വിജയൻ്റെ ഒരു കാർബൺ കോപ്പി തന്നെയാണ് VD സതീശനും. കാരണം ഇപ്പോഴും കാര്യങ്ങൾ വഞ്ചി തിരുനക്കര തന്നെയാണ്. ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ.